അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നുള്ള ഖുർആൻ ആയത്തിൽ ആയത്ത് കേട്ടിട്ടുണ്ട്, ഓതി കേട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ചൊല്ലുന്നുണ്ട്. പക്ഷേ ഒരു സമാധാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാന്റെ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആകുമെന്ന് പറയാനുണ്ട്. പക്ഷെ നമ്മള് ദിക്റ് ചൊല്ലിയിട്ടും സംഗതി ഒന്നും കിട്ടണില്ല. എന്തായിരിക്കും കാരണം? അതിനൊരു ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിരിയാണി 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 എന്ന് 33 പറഞ്ഞു. ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എന്ന് 33 പറഞ്ഞു. ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ എന്ന് 33 പറഞ്ഞു. അതിനുള്ള സുഖം കിട്ടിയോ? ഞാൻ ഹോട്ടലിലേക്ക് എത്തി, സുഖം കിട്ടിയോ? കഴിച്ച സുഖം കിട്ടിയില്ല. ഹോട്ടലിൽ കിട്ടാൻ കഴിച്ചില്ല സാർ. ഇതുപോലെയാണ് ദിക്റും. ദിക്റായാല് ടെൻഷൻ ഫ്രീ ആകും. അതൊരു ബോധ്യത്തിൽ ചൊല്ലണം. വെറുതെ വായ കൊണ്ടുള്ള ഒരു കോലാഹലല്ല അത്. ദിക്റ് ആകുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമേ രാത്രി രക്ഷപ്പെടുകയാണ് അള്ളാന്റെ കൽപ്പന പ്രകാരം. പിന്നില് ഫിർഔനുണ്ട്, മുമ്പില് ചെങ്കടലുണ്ട്. അപ്പോ ഇസ്രായേലികൾ പറയുന്നുണ്ട് മൂസാ നബിയെ നമ്മൾ പെട്ടല്ലോ. അപ്പൊ മൂസാ നബി പറയുന്നൊരു വർത്താനുണ്ട്, കല്ലാ നമ്മൾ പെടൂലല്ലോ. ഇന്ന മഅീ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ദിക്റ് ചൊല്ലുമ്പോഴാണ് ആ ദിക്ർ ആസ്വാദനായി മാറുക. ആ ദിക്റാണ് ഫലം ചെയ്യുക. ആ ദിക്റാണ് ടെൻഷൻ ഫ്രീ ആക്കുക. അല്ലാണ്ട് വെറുതെ അതിലൊരു കാര്യം ഉണ്ടാവില്ല. ഇഖ്ലാസോടെ ചിലപ്പോൾ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാകും, എന്റെ കൂടെ എന്റെ നാഥനുണ്ടെന്ന ബോധ്യത്തിൽ. ഇല്ലെങ്കിൽ വെറുതെ ബിരിയാണി എന്ന് പറയണത് പോലെയാകും. നമുക്ക് ബിരിയാണി കഴിക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഴുങ്ങണം, ഹസ്ബി അല്ലാഹ് വിഴുങ്ങണം, സുബ്ഹാനല്ലാഹ് വിഴുങ്ങണം. അപ്പോഴാ അതിന്റെ ഗുണം ഉണ്ടാവുക. മനസ്സിലായോ? ഞങ്ങനെ ഒന്ന് വിഴുങ്ങി നോക്കി ട്രൈ ചെയ്താൽ മതി, നടക്കും ഇൻഷാ അല്ലാഹ്. നല്ല കാര്യം വേണമല്ലേ?